നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇവിടുത്തെ അംഗമെന്ന് പറയപ്പെടുന്നത് നിസ്സാരമല്ല കേട്ടോ. രണ്ട് പണക്കാരും ഒരു സാധാരണക്കാരനും ഏറ്റുമുട്ടുന്നു എന്നുള്ള പ്രത്യേകത. 2014 തോൽക്കാത്ത തരൂരിനെ തോൽപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ആരാണെന്നറിയാമോ? മലയാളിയായിട്ടുള്ള കേന്ദ്രമന്ത്രി. അതിനിടയിൽ പെട്ടുപോകുന്നത് പാവം പന്യനും. എന്തും സംഭവിക്കാവും. തലസ്ഥാനത്തിൻ്റെ അംഗമെന്ന് പറയപ്പെടുന്ന നിസ്സാരമല്ല കേട്ടോ. കേരളത്തിലെ രണ്ട് പണക്കാർ തമ്മിലുള്ള അംഗത്തിൽ പന്ന്യൻ എങ്ങനെ പെന്നുപെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് CPIയുടെ സീറ്റ് അല്ലായിരുന്നുവെങ്കിൽ CPM എന്ത് ചെയ്യുമായിരുന്നെന്നോ? ഏതെങ്കിലും ഒരു പണച്ചാക്കിനെ കെട്ടിയിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തേനെ. ശശി തരൂർ എന്ന വിശ്വപൗരനും രാജീവ് ചന്ദ്രശേഖർ എന്ന ബംഗളൂരിയൻ മലയാളിയും നേർക്കുനേരാണ് ഇവിടെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കെൽട്രോൺ നമ്പ്യാർ. ആ നമ്പ്യാരുടെ മരുമകനായിട്ടുള്ള രാജീവ് പണ്ട് BPL തുടങ്ങിയ സമയത്ത്, BPL എന്ന് പറയപ്പെടുന്ന കമ്പനി തുടങ്ങുന്ന സമയത്ത് ഗുരുവായൂർ ദർശനത്തിന് വരുന്നത് പോലും ബംഗളൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരു പ്രത്യേക വിമാനത്തിലായിരുന്നു. അങ്ങനെ പ്രത്യേക വിമാനത്തിൽ വന്നു പോയിരുന്ന ഒരാളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഒരേ സമയം BMW 7 സീരീസ് കാർ ബംഗളൂരിൽ നിന്നും കോഴിക്കോട്ട് എയർപോർട്ടിലേക്ക് ഡ്രൈവർ ഓടിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തിരിച്ചുമുണ്ടായിരുന്നു. അക്കാലത്താണ് നഷ്ടത്തിലായിരുന്ന BPLനെ ഹാച്ച് എന്ന് പറയപ്പെടുന്ന ഒരു കമ്പനിയുണ്ടല്ലോ, ആ ഹാച്ച് കമ്പനിക്ക് വൻ വിലയിൽ വിൽക്കുകയും ആ ലാഭത്തിൽ തന്നെ കോവളം അശോകയും ഒപ്പം ഏഷ്യാനെറ്റ് പോലുള്ള വലിയ മീഡിയയും ഒക്കെ സ്വന്തമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പാലക്കാട്ടെ കുഗ്രാമമായിട്ടുള്ള തരൂരിൽ ജനിക്കപ്പെട്ട ശശി തരൂർ റീഡേഴ്സ് ഡൈജസ്റ്റ് മാഗസിൻ്റെ ഫൗണ്ടറായ ചിപ്പുക്കുട്ടി നായരുടെ പേരക്കുട്ടിയാണ്. ലണ്ടനിൽ ദ സ്റ്റേറ്റ്മാൻ എന്ന മാഗസിൻ്റെ മാനേജറായിരുന്ന ചന്ദ്രൻ നായരുടെ മകൻ ലണ്ടനിൽ തന്നെ ജനിക്കുകയും പിന്നീട് ഏർക്കാടിലെ പ്രശസ്തമായിട്ടുള്ള മോൺഫോർട്ട് സ്കൂളിൽ, അതിനുശേഷം മുംബൈയിലുള്ള ചാമ്പ്യൻ സ്കൂളിലും, അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും അമേരിക്കയിലെ ട്യൂഫിറ്റ്സ് യൂണിവേഴ്സിറ്റിയിലും കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസം നടത്തുകയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് അഫയേഴ്സിൽ ഡോക്ടറേറ്റ് നേടുന്നു. ആ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ UN എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങി അവസാനം സ്വന്തം നാടിനെ സേവിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ലോകോത്തര മലയാളിയായിട്ടുള്ള വിശ്വപൗരനായിട്ടുള്ള ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ അദ്ദേഹം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ 15 വർഷം കൊണ്ട്. കമ്മ്യൂണിസ്റ്റുകളുടെ തറവാടായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ജനിച്ച് പാർട്ടിയുടെ സമുന്നതമായിട്ടുള്ള സ്ഥാനത്തെത്തിച്ചേരുകയും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ 4 കൊല്ലം തലസ്ഥാനത്തിൻ്റെ MP ആയി തീരുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് പന്ന്യൻ രവീന്ദ്രൻ. ആ പന്ന്യൻ രവീന്ദ്രൻ ആകെ കൈമുതലായ ഉള്ളത് ആ നീണ്ട മുടിയും സൗമ്യതയും മാത്രമാണ് എന്ന് പറയേണ്ടി വരും. 2011 സാക്ഷാൽ VD സതീശനെ തോൽപ്പിക്കുവാൻ പാർട്ടി ഈ പന്ന്യൻ രവീന്ദ്രനെ പറവൂരിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അന്ന് പക്ഷേ സതീശനോട് മുട്ടുകെത്തുവേണ്ടുവന്ന ഒരു ഗതികേടുണ്ടായി. അന്ന് സതീശന് ഭൂരിപക്ഷം കൂടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തലസ്ഥാനം പിടിക്കുവാൻ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം. ഒരു രാജ്യതലസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തുമൊക്കെ ജീവിക്കുന്നവരുടെ ജീവിത രീതികളെന്ന് പറയപ്പെടുന്നത്, ആ ജീവിത രീതികൾ മറ്റുള്ള സിറ്റികളെ അപേക്ഷിച്ച് നോക്കിയാൽ തന്നെ വളരെ വ്യത്യാസമുള്ള ശൈലികളായിരിക്കും അവർ പിന്തുടരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. കൂടുതലും ഈ സർക്കാർ ജോലിക്കാരും ഓഫീസർമാരും തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹമായിരിക്കും അവിടെ. അത്തരത്തിലൊരു സമൂഹത്തിലാണ് ജനങ്ങൾ പലരും, പല ഭാഷക്കാർ, പല സംസ്ഥാനത്തുള്ളവർ, പല ജില്ലക്കാർ, മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയുക. പക്ഷേ അവരെ പ്രീതിപ്പെടുത്താൻ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ കൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നേതാവിനെ കൊണ്ടോ സാധിക്കുക എന്ന് പറയപ്പെടുന്നത് എളുപ്പമല്ല എന്ന് പറയട്ടെ. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈഗോ എന്ന് പറയപ്പെടുന്ന ധാരാളമാണ്. അവരുടെയൊക്കെ വോട്ടുകൾ ലഭിക്കുക എന്ന് പറയപ്പെടുന്ന കഠിനാധ്വാനമാണ്. ശശി തരൂർ തോൽക്കുമായിരുന്നുവെങ്കിൽ അന്ന് 2014 അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തെ തോൽക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലും പാർട്ടിയിലുമൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള സമയമായിട്ട് പോലും വളരെ നേരിയ മാർജിനിൽ അദ്ദേഹം ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവായിട്ടാണ് നാം കണക്കാക്കുന്നത് എന്നുകൂടി പറയട്ടെ. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു തലസ്ഥാനത്തേത്. പിന്നീട് 2019 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത എന്ന് പറയപ്പെടുന്ന 10 ഇരട്ടിയാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ അതാണ് ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം എന്ന് പറയപ്പെടുന്നത്.
കേരളത്തിലെ ഒന്നാം നമ്പർ മീഡിയ കയ്യിൽ വെച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ശശി തരൂർ എന്ന് പറയപ്പെടുന്ന നേതാവിനെ നേരിടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത്. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണോ ഈ നാട്ടുകാർ? അല്ലെങ്കിൽ ആരായാലും തലസ്ഥാനത്തുള്ളവർക്ക് നല്ലതാണ് എന്ന വിശ്വാസത്തിലാണോ ഈ നാട്ടുകാർ? ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരേ സമയം ഒരേപോലത്തെ രണ്ടു പേർ ഒരിടത്ത് അംഗത്തിനെത്തുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഒരു ക്ലാസിക് മണ്ഡലമായി മാറുന്നു. മാത്രമല്ല VIP ട്രീറ്റ്മെൻറ്റുള്ള ഒരു സെലിബ്രിറ്റി മണ്ഡലമായി മാറുന്നു. ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വിശ്വപൗരനും ബംഗളൂരിയൻ മലയാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും തുല്യരാകുന്നു. ജനം കൺഫ്യൂഷനിലാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ പല തിരുവനന്തപുരത്തെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളടക്കം അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും ഇപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ജനങ്ങൾക്കൊരു കൺഫ്യൂഷനുമില്ല. രാജീവ് ജയിക്കട്ടെ എന്നവർ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ രാജീവ് ജയിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് അനന്തപുരിക്കാർ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനന്തപുരിക്ക് വേണ്ടി 2014 മുതൽ 2014-ലും 2019-ലും 2009-ലും ഒക്കെ ഇവിടെ നിന്ന് ജയിച്ചു കയറിപ്പോയ ശശി തരൂർ എന്താണ് തിരുവനന്തപുരം എന്ന് പറയുന്ന ലോക്സഭാ നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയത് എന്ന് പറയുവാനുള്ള ബാധ്യത ആ കോൺഗ്രസ് പാർട്ടിക്കൊണ്ടൊപ്പം തന്നെ അദ്ദേഹത്തിനെ ആ കോൺഗ്രസ് പാർട്ടി നേതാവായി സ്ഥാനാർത്ഥിയായി നിർത്തിയ മത്സരിച്ച് വിജയിച്ച ശശി തരൂർ എന്ന് പറയപ്പെടുന്ന MP-ക്കുണ്ട് എന്നുള്ളതാണ്. ഈ 15 വർഷം കൊണ്ട് നേട്ടങ്ങളുടെ വലിയ കൊടുമുടിയൊന്നും അദ്ദേഹം കയറണ്ട. പക്ഷേ അധികമാരും അറിയാത്ത എന്നാൽ ചിലരെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുന്ന ചില വാഗ്ദാനങ്ങൾ ഇദ്ദേഹം നൽകിയിരുന്നു. 2009-ൽ ബാഴ്സലോണ സിറ്റിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഹൈക്കോടതി ബെഞ്ചിനെക്കുറിച്ചും ഞാൻ പറയുന്നില്ല, വിഴിഞ്ഞ പദ്ധതികളുടെ പിതൃത്വ അവകാശങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെ ഈ നാടിന് ആവശ്യമില്ല എന്നവർ ഉറക്കം വിളിച്ച് പറയില്ലേ? 2009-ൽ നിങ്ങൾ കൊടുത്ത ഹൈക്കോടതി ബെഞ്ച് 2024-ലും തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിന് അർഹനല്ല എന്ന് തന്നെയല്ലേ ശശി തരൂർ? അതല്ലേ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്നിട്ടും നിങ്ങളെ പരീക്ഷിക്കുവാൻ 2014-ലും ജനങ്ങൾ തയ്യാറായത് ആദ്യമായി എത്തിയ വ്യക്തിക്ക് ചിലപ്പോൾ ചില ബാലാരിഷ്ടതകൾ ഉണ്ടായേക്കാം, അതിനുശേഷം ഒരു വട്ടം കൂടി പരീക്ഷിക്കാമെന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അനന്തപുരിക്കാർ ഒരിക്കൽ കൂടി നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോഴും നിങ്ങൾ പറ്റിച്ചു ഇവിടുത്തെ ജനങ്ങളെ എന്നുള്ളതാണ്. നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ കടന്നു പോവുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി അവർ വോട്ട് ചെയ്തു. 2019-ലേക്ക് എത്തുമ്പോഴും ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിങ്ങളെ വീണ്ടും അവർ ഈ പറയുന്നത് പോലെ അധികാരമില്ലാത്തത് കൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞ നിങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് UPA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി രാഹുൽ ഗാന്ധി വയനാടിൻ്റെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ചിലപ്പോൾ ഉണ്ടായേക്കാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ വീണ്ടും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് വോട്ടിന് അല്ലെങ്കിൽ 99,989 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അനന്തപുരിയിൽ നിന്ന് നിങ്ങളെ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചു. UPA സർക്കാർ അധികാരത്തിലും വന്നില്ല, നിങ്ങളൊട്ട് ഒരു കാര്യവും ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതുമില്ല. അങ്ങനെ 3 വട്ടം നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളൊരു പരീക്ഷണ വസ്തുവായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനിയെങ്കിലും ജനങ്ങൾ മാറി ചിന്തിക്കണ്ടേ? 2024 അങ്ങനെയുള്ള മാറ്റത്തിൻ്റെ ശംഖുലി മുഴക്കുന്ന ദിവസമാണ് ഏപ്രിൽ 26 എന്ന് പറയപ്പെടുന്ന ആ ദിവസം. ജനങ്ങൾ നിങ്ങൾക്കെതിരെ കൃത്യമായി അംഗം മുറുക്കിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ശശി തരൂർ പിന്നെ വിശ്വപൗരൻ മാത്രമായിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം അനന്തപുരിയുടെ നായകനായി മാറട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്നാക്കം പോകുവാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കാലടികൾ വെച്ച് മുന്നോട്ട് സഞ്ചരിക്കട്ടെ രാജീവ് ചന്ദ്രശേഖർ.